ചോദ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പം എനിക്ക് എന്നെ സത്യം പറഞ്ഞ ഓർമ്മ വന്നു. കാരണം താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പ്രയാസം നമുക്ക് മനസ്സിലുണ്ടാകുന്നു. നമ്മുടെ ഈ സഹോദരന്മാരെ അതുപോലെ തന്നെ മറ്റു അനിയന്മാരെ മുഖത്ത് ഒരു സന്തോഷം കിട്ടുന്ന കാര്യം തന്നെ. കാരണം എന്താ വെച്ചാല് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോ തന്നെ ഞാൻ അതിനൊരു പ്രിപ്പറേഷന് വേണ്ടി നടക്കുകയാണ്. ഞാൻ എങ്ങനെ നടക്കാണ്, ഞാനിങ്ങനെ പറഞ്ഞോക്കെ എന്താ പറയണ്ടേ എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞോക്കെ. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ പുതു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ ഞാൻ ഇത് എന്താ പറയാൻ ആലോചിച്ച് നിൽക്കാണ്. അപ്പൊ പെട്ടെന്നാണ് ഈ പുതു കോളേജിൽ പഠിക്കുന്ന കുട്ടി എന്റെ അടുത്തേക്ക് വന്നത്. അവന്റെ പേര് നുബാന് എന്നാണ്. അപ്പം ഞാന് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ എന്നോട് എന്നാണ്ട് എന്റെ പേര് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ ഞാൻ പഠിക്കുന്നത്, എന്താ പഠിക്കണ ചോദിച്ചു. അപ്പൊ ഞാൻ ചെറിയ കുട്ടികളെ എവിടെ സാധാരണ എന്താ കേട്ടോ സില്ലേക്ക് ഒന്നും ഇല്ലാണ്ട് പോകേണ്ട പോലെ ഞാൻ വിട്ട്. പക്ഷെ ഇതുപോലെ എന്താണ് വിടണില്ല. ഞാൻ ആ ടെൻഷനിൽ നിൽക്കുകയാണ്, എനിക്കൊന്നും പറയാൻ കഴിയണില്ല. ഞാൻ എന്തായാലും ഇന്റർവ്യൂ ചെയ്യേണ്ടതല്ലേ. അപ്പം ഞാനങ്ങനെ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോ പ്രസംഗം പഠിച്ചാലേ നീ പ്രസംഗം പഠിക്കാല്ലേ എന്ന് പറഞ്ഞു. ആ പ്രസംഗം ഒന്നല്ലടാ പറഞ്ഞു. പിന്നെ ആ കുട്ടി വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴൊരു ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോ ആ കുട്ടി വിളിച്ചാണ്ട് എന്റെ മുഖത്ത് നോക്കുമ്പോ ഒരു സമാധാനമാണ്. കാരണം ഈ പ്രയാസങ്ങളൊക്കെ അതായത് നമ്മളിപ്പോ ഇന്റർവ്യൂ നടത്താൻ പോണല്ലേ. അപ്പൊ താങ്കൾ ഉത്തരത്തെ ശരി വെക്കുന്ന തരത്തിൽ അത് ശരിയായെന്നാണ് പറയുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടായി. അത് തന്നെയാണ്. അതുപോലെ തന്നെ ആ കുട്ടി എന്നോട് ചോദിച്ചു പ്രസംഗം പഠിക്കൽ എല്ലാവരും വിട്ടപ്പം ആ കുട്ടി വീണ്ടും ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ ഞാൻ അതിനു വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുകയാണ്. ഓ നീ അങ്ങനെ ചെയ്യാനില്ലേ പറഞ്ഞാൽ ആ കുട്ടി പോയി. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സാഹചര്യമാണ് ഇത് കല്യാണത്തിലൊക്കെ ഉണ്ടാവാനല്ലേ. കല്യാണത്തിൽ പറഞ്ഞാല് ആ ആൾക്കാരും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വന്നിട്ട് ആൾക്കാർ അങ്ങനെ നട്ടോട്ടെ എവിടെയാക്കിയാലും. പക്ഷെ നമ്മളെ കുട്ടികളെ ആരും ശ്രദ്ധിക്കാണ്ടല്ല. കുട്ടികളെ മുറ്റത്ത് കൂടെ നടന്ന് അങ്ങനെ കളിക്കും. അതുപോലെ തന്നെ ആ കുട്ടികളെ ആരും ശ്രദ്ധിക്കാണ്ടല്ല. അപ്പൊ അതിന്റെ ഇടയില് ഉമ്മ ഒന്ന് കുട്ടികളെ എടുത്താണ്ട് ഉപ്പാന്റെ കയ്യിലൊന്ന് കൊടുത്ത ഉപ്പാന്റെ ഒരു ടെൻഷനൊക്കെ ആ കുട്ടിന്റെ മേത്ത് തീർന്നു. കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും. പിന്നെന്താ നമുക്ക് ഈ ശിശുദിനം നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെന്താണ് ശിശുക്കളെ നമ്മുടെ പരിപാലിക്കാം, നല്ല രീതിയിൽ തന്നെ പരിപാലിക്കാം. അതിനപ്പോ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മുടെ എന്തായാലും ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന നിലയ്ക്ക് പറഞ്ഞതുള്ളൂ. ഇനി നമ്മുടെ ഇന്റർവ്യൂയുടെ ആ ഘട്ടങ്ങളുണ്ടല്ലോ, ഒരുപാട് ഘട്ടങ്ങൾ. അതിലെ 2ാം ഘട്ടത്തിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ. അതിനു മുമ്പായിട്ട് ഒരു ശിശുദിനാശംസ. എല്ലാവർക്കും എന്റെ ശിശുദിനാശംസ.
എന്നുള്ളത് എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ കെയറിങ് ആണ്. മറ്റുള്ളവരുടെ കുടക്കീഴിലായിട്ടാണ് നമുക്കൊരു കൂടെ ചൂടാൻ ആരൊക്കെയുണ്ട്? പേടിയോ കാര്യമൊന്നും വേണ്ട, നമ്മളിങ്ങനെ ജീവിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ മുതിർന്നവർ, രക്ഷിതാക്കള്, ജ്യേഷ്ഠന്മാര്, അവരൊക്കെ നമ്മളെ എപ്പോഴും കെയർ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന പല അനുഭവങ്ങളുണ്ടാകും. അത് തന്നെയാണ് പിന്നെ നമ്മുടെ ഭാവിയിൽ നമ്മൾ ഒരു യുവത്വത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലെ പല പാഠങ്ങൾക്കും പല അവസരങ്ങൾക്കും പാഠമാവുന്നത് നമ്മുടെ ബാല്യത്തിൽ നമ്മുടെ മുതിർന്നവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കെയറിങ് ആണ്. അതുകൊണ്ടാണ് ഈ കെയറിങ് കിട്ടിയിട്ടില്ലെങ്കിലാണ് ഒരു വളർന്നു വരുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി ക്രിമിനൽ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട രീതിയിലേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് ഒരു കെയറിങ് കിട്ടിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥയാണത്. അതായത് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ശരിയാവണ്ണം കെയറിങ് കിട്ടാത്തത് മൂലം അവരുടെ മാനസികമായിട്ട് അവർക്ക് വിഭ്രാന്തി സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ? ആ കെയറിങ് അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും? ഉറപ്പാണ് പല കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണത്. എന്നാൽ ചില കുട്ടികൾ അങ്ങനെയല്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ട നമ്മൾ നോക്കണ്ടല്ലോ. പക്ഷേ ചില കുട്ടികൾക്ക് ഈ സ്കൂൾ ജീവിതത്തിൽ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിൽ വസ്ത്രമണിഞ്ഞ് നല്ല സ്വഭാവത്തിലുള്ളവരുമായിട്ട് നല്ല പെരുമാറ്റത്തിലൊക്കെ ജീവിക്കുമ്പോൾ ചിലരുടെ മനസ്സിലേക്ക് ഇതാണ്, ചില കുട്ടികളുടെ മനസ്സിലേക്ക് ഇതാണ് കറക്റ്റ് ആകാൻ പറ്റുന്നില്ലല്ലോ. സ്വാഭാവികം അവരുടെ രക്ഷിതാക്കൾ വരുന്നത് കാണുന്നതും കാര്യങ്ങളും ഓല കെയർ ചെയ്യണതും ഓലോടുള്ള വാത്സല്യമൊക്കെ കാണുമ്പോൾ ഈ കുട്ടി, ഈ കെയറിങ് കിട്ടാത്ത കുട്ടി ചിന്തിച്ചു പോകണം, എനിക്കിങ്ങനെ ആരും ഒരു കെയറിങ് തരുന്നില്ല, എന്നോട് ഇത്ര അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് അച്ഛനോട്. അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പലസ്തീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുദ്ധക്കൊതി മൂത്ത് ഇസ്രായേൽ അങ്ങോട്ട് അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മിസൈലുകൾ പോലെ. ഏതായാലും ഇന്ത്യയുടെ ഈ ഒരു വിഷയത്തിലുള്ള നിലപാട് അച്ഛന് ബോധപൂർവം അറിയാം അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നിലപാട് എന്ന് പറഞ്ഞാല് ഇസ്രായേലിലേക്ക് ഒരു ചാഞ്ചാട്ടമില്ല, അതുപോലെ പലസ്തീനിലേക്ക് ഒരു ചാഞ്ചാട്ടമില്ല. നമുക്ക് അറിയുന്ന പോലെ ഒരുപാട് കുരുന്നുകളാണ് ദിനപ്രതി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ പോലത്തെ അതേ മാംസവും രക്തവും ഉള്ള കുട്ടികളാണ് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതും ബോംബിന്റെ ഭീകരം സൃഷ്ടിക്കുന്ന ഒച്ചപ്പാടുകളോട് കൂടി, ആ ശബ്ദ തരംഗങ്ങൾ കൂടി. ഏതായാലും എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഇന്ത്യ ഇപ്പോൾ പലസ്തീനെ അനുകൂലിക്കുന്നില്ലല്ലോ, അവരുടെ ഭാഗത്തേക്ക് സഹകരണങ്ങൾ നൽകുന്നില്ലല്ലോ. ആയതിനാൽ ഇന്ത്യ എന്ന ഈ രാജ്യത്ത് സമകാലികമായി വന്നുകൊണ്ടിരിക്കുന്ന ആ ശിശുദിനമുണ്ടല്ലോ, അത് ആചരിക്കാൻ ഇന്ത്യക്ക് എന്തുണ്ടാകും? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യക്ക് ഒരു ശിശുദിനം ആചരിക്കാൻ യാതൊരു അർഹതയില്ല. കാരണം ആ ഒരു കൊല്ലപ്പെടുന്നതിലും അവിടെ നടക്കുന്ന ധനായത്തിലും ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം പിന്നെ അവിടെ നടക്കുന്ന ഓരോ ക്യൂരിയറിലും ഇന്ത്യക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. കാരണം ഇപ്പൊ നമുക്ക് അവിടുത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 11
10,000 കടന്നിരിക്കുന്നു. ആ അതിൽ പകുതി ആരാ? അതെ നമ്മുടെ വിജയ പരാഗം ചെയ്യുകയാണ്. താങ്കൾ നൽകിയ ഉത്തരങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വളരെയധികം സഹായകമായി തീർന്നിട്ടുണ്ട്. ഇനി താങ്കൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച്? എനിക്ക് ഈ ഒരു ശിശുദിനത്തിന് എനിക്ക് എന്റെ ഇന്ത്യൻ ഭരണകൂടത്തോട് പറയാനുള്ളത്, എന്തിനാണ് ഈ ഒരു കൂട്ടുകുരുതിക്ക് ഒപ്പം നിൽക്കുന്നത്? ഒന്ന് മാറി ചിന്തിച്ചൂടെ? ഭരണകൂടം ഇപ്പോൾ തന്നെ ഒരു വർഗീയ ഭരണകൂടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്ലാമും മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു അലസത മാത്രമാണ്. അതിന്റെ പേരിൽ തന്നെയാണ് പലസ്തീനികളെങ്കിലും പിന്തുണ നൽകുന്നതെന്ന് എതിരായിട്ട് പിന്തുണ നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ പലസ്തീനികൾ എന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾ തന്നെയാണ്. അവിടെ ജന്മന അവിടെ ജീവിച്ച കാലങ്ങളോട് അവിടെ തന്നെ ആഘോഷമാണ്. പക്ഷെ അവിടേക്ക് വന്ന അഭ്യർത്ഥികളല്ല. എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് നൽകുന്നത്? ദിനാമുറകളിൽ ഗവൺമെന്റിന്റെ എന്തോ ഒരു ഗൂഢാലോചനകൾ തിരശ്ശീലക്ക് പിന്നിലായി ഗൂഢമായിട്ട് തന്നെ അരങ്ങേറുന്നുണ്ടെന്ന് പറയാം അല്ലേ? ഏതായാലും ഇദ്ദേഹത്തിന്റെ വളരെ ആശയപരമായിട്ടുള്ള ഉത്തരങ്ങളാണ്. ഏതായാലും നമ്മുടെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഇന്നത്തെ ശിശുദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ശിശുദിനം ആശംസിക്കാം. ഈ ഒരു ഘട്ടത്തിൽ ശിശുദിനം ആശംസിക്കാൻ വളരെ പ്രയാസമുണ്ട്. എന്നാലും നമ്മളെ മക്കളല്ലേ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. നമ്മുടെ ഇന്റർവ്യൂ സെഷന്റെ 4ാമത്തെ ആ ഒരു വ്യക്തിയിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ്. ഇനി നമുക്കുള്ളത് 5ാമത്തെ